ഹായ് ഹലോ ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് പുട്ടാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് പുട്ടുപൊടി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ആവശ്യാനുസരണം വെള്ളവും ചേർത്ത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് തരിയായിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് അതൊരല്പസമയം ഒന്ന് അടച്ചു വെച്ചായിരിക്കാം. ആ സമയം കൊണ്ട് നമ്മളൊരു പാത്രം അടുപ്പ് ചൂടാൻ വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കപ്പ് സവാളയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്നൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചില്ലി ഫ്ലേക്സിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പുട്ടുപൊടി നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി പുട്ടുപൊടിയിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാ മിശ്രിതം നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റോടൊപ്പം തന്നെ നമുക്ക് ചിരണ്ടി വെച്ചേക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ക്യാരറ്റൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. നമ്മൾ ഗ്ലാസ്സിലാണ് പുട്ടുണ്ടാക്കാൻ പോകുന്നത്. ഗ്ലാസിൻ്റെ വലിപ്പത്തിലായിരിക്കും നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അതിങ്ങനെ നമ്മൾ മിശ്രിതം നല്ലതുപോലെ ഒന്ന് ഗ്ലാസ്സിലേക്ക് നിറച്ച് കൊടുക്കാം. ഇനി നമുക്കതൊരു ഇഡലി കുട്ടകത്തിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാ പുട്ടും നല്ലതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ 1 കപ്പ് പുട്ടുപൊടി കൊണ്ട് നമ്മൾ 6 ഗ്ലാസ് പുട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് ഇഡലി കുട്ടകത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം എടുത്ത് വെച്ചേക്കുന്ന പുട്ട് നമുക്ക് ഇഡലി കുട്ടകത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പുട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ട് നോക്കുക.